അങ്ങനെ വീണ്ടും ക്രിസ്മസ് സെലിബ്രേഷനാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ടീം നിളയിലെ തേർഡ് ക്രിസ്മസ് സെലിബ്രേഷനാണ് കേട്ടോ. അതായത് നമുക്ക് ചെറിയൊരു കൈകൊട്ടിക്കളി ട്രൂപ്പുണ്ട്. അപ്പോൾ നമ്മളൊരു ഫാമിലി പോലെയാണ് കേട്ടോ. അപ്പോൾ എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്, ഒന്നെങ്കിൽ ക്രിസ്മസ് അല്ലെ ന്യൂ ഇയർ അങ്ങനെയൊക്കെ. അപ്പോൾ ഇത്തവണ ഒരു ക്രിസ്മസ് സെലിബ്രേഷനാണ്. ആദ്യം തന്നെ കുറേ പടക്കമൊക്കെ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കമ്പിത്തിരി, പൂത്തിരി, മത്താപ്പ്, കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പൊതുവേ ക്രിസ്മസ് നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് കണ്ടില്ലേ, അവിടെ ട്രീയിലും അതുപോലെ തന്നെ നമ്മൾ സ്റ്റാറൊക്കെ തൂക്കി നേരത്തെ തന്നെ ഡിസംബർ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല രസം, നല്ല വൈബായിരുന്നു എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞിട്ട്. പിന്നെ മെയിനായിട്ട് ഇന്നത്തെ ഫംഗ്ഷൻ നമ്മൾ ഒരുമിച്ച് ഫുഡ് കഴിക്കുക, അതുപോലെ തന്നെ നമ്മളൊരു ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുക, ഇതൊക്കെ തന്നെയാണ്. സത്യത്തിൽ ഭയങ്കര രസമാണല്ലോ ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള മെമ്മറീസ് എന്ന് പറയുന്നത്. കുറേ തമാശകളും ചിരിയും കളിയും അതുപോലെ തന്നെ ഇങ്ങനത്തെ സെലിബ്രേഷൻസും ഒക്കെ നമ്മൾ പുതിയ തലമുറയ്ക്കും കൂടെയാണ് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ മുതിർന്ന ആൾക്കാർ കണ്ടിട്ടാണ് ഇപ്പം നമ്മളിതൊക്കെ കണ്ടിട്ടുള്ളത് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഇനിയുള്ള ജനറേഷനിലോട്ടും ഇത് പകർന്നു കൊടുക്കുകയാണ്. ഫസ്റ്റ് നമ്മളൊരു പ്ലം കേക്ക് കട്ട് ചെയ്തു. ചെറിയൊരു പ്ലം കേക്കാണ് കേട്ടോ. അപ്പം ക്രിസ്മസ് ആയതുകൊണ്ട് നമുക്ക് കേക്ക് ഒഴിച്ചുകൂടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പ്ലം കേക്ക് കട്ട് ചെയ്തിട്ട് നേരെ നമ്മൾ പോകുന്നത് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വരും, എന്നിട്ട് അവരുടെ ഫ്രണ്ടിനെ കുറിച്ചിട്ട് ഓരോ ഹിൻറ്റുകൾ തരും. ഇപ്പം ഇന്നതാണ്, ഇന്ന പ്രത്യേകതകളുണ്ടെന്നൊക്കെ പറഞ്ഞ് ഹിൻറ്റുകൾ തരും. അത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കും. ഇതായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ ക്യൂട്ടായിട്ടുള്ള കുറേ ഐറ്റംസ്. അപ്പോൾ നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കുഞ്ഞു പിള്ളേരും ഒക്കെ ഉള്ളതുകൊണ്ട് ഇത്ര രൂപയുടെ ഗിഫ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടൊരു ബഡ്ജറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ബഡ്ജറ്റിനുള്ളിലുള്ള സാധനങ്ങളൊക്കെ പോയി പർച്ചേസ് ചെയ്തു. ഇപ്പം നമ്മളാണെങ്കിലും മറ്റൊരാൾക്ക് വേണ്ടി സാധനം വാങ്ങുന്നു, അതുപോലെ തന്നെ അവരാണെങ്കിലും നമുക്ക് വേണ്ടി പർച്ചേസ് ചെയ്യുന്നു. അങ്ങനെ ആകെ മൊത്തം ഭയങ്കര ഒരു എന്താ പറയുക, സന്തോഷമുള്ളൊരു കാര്യമാണ് ശരിക്കും നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ എന്തോ ആയിക്കോട്ടെ, ചെറുതോ വലുതോ എത്ര ആയിക്കോട്ടെ, പക്ഷെ ആ ഒരു ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രഷ്യസ് ആയിരിക്കും അല്ലേ. അപ്പം ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ പുതിയൊരു തലമുറയ്ക്ക് കൊടുക്കുന്ന നല്ല നല്ല ഗുഡ് മെമ്മറീസ് ആയി മാറട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താ പറയുക, അപ്പം എല്ലാവരും അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്തു. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ ഫ്രണ്ടാണെന്നിങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരാൾ മാത്രം വന്നിട്ടുണ്ടായിരുന്നില്ല. ആ ചേച്ചിയുടെ ഫ്രണ്ടായിരുന്നു ഞാൻ. എന്ത് ചെയ്യാൻ, എനിക്ക് മാത്രം ഗിഫ്റ്റ് ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ചേച്ചി എന്തോ മറന്നുപോയതാണ്. പക്ഷേ ലാസ്റ്റ് ചേച്ചി ഓടി വന്നു കേട്ടോ. എന്നിട്ട് എനിക്ക് ഗിഫ്റ്റൊക്കെ തന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി, നല്ല അടിപൊളി ഗിഫ്റ്റൊക്കെ കിട്ടി കേട്ടോ. പിന്നെ നമ്മൾ എല്ലാ വർഷവും ഈ ഒരു ദിവസം ഇപ്പം ഇത്രയും പേര് കൂടി നമ്മൾ പറയുന്ന സമയത്ത് എല്ലാവരും ഓടി വന്നൊക്കെ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ലാസ്റ്റ് ഗിഫ്റ്റൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ പോയി ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഒന്ന് പാട്ടിട്ട് തുള്ളിയിട്ട് പിരിഞ്ഞു. അപ്പോൾ